സൂറത്തിലെ നമ്മുടെ സെക്കൻഡ് ഡേ. ഇവിടെ വണ്ടി ഓടിക്കാന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല. വൺ വേ കൂടെ കണ്ടോ എങ്ങനെ ഗർഭിണികൾ ഇതുവഴി പോകുന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മോശം പോകുന്നത് ഇത് ഫാക്ടറിയാ തോന്നണോ? ഇറങ്ങിക്കോ. അടുത്ത് പോയി, പക്ഷെ നമ്മുടെ ടേസ്റ്റിനുള്ള ഒരു സാധനം നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടില്ല. എങ്ങനെ ഇവിടെ കിട്ടി ഇറങ്ങിയതാ? എയർപോർട്ട് ലുക്കും ഇന്നത്തെ ലുക്കും. സൂറത്തിലെ നമ്മുടെ സെക്കൻഡ് ഡേ. നമ്മൾ ഇന്നലെ രാത്രി ലാൻഡ് ചെയ്തു. ഇന്ന് നമ്മൾ പർച്ചേസിന് വേണ്ടി ഇറങ്ങുവാണ്. സോ നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന ഓട്ടോ ചേട്ടൻ ഭയങ്കര കമ്പനി ആയിരുന്നു. സോ ചേട്ടൻ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഫുഡ് കഴിച്ച് തുടങ്ങാന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങള് ഡ്രസ്സുകൾ നോക്കാൻ പോവുകയാണ്. സോ റൂം നല്ലതായിരുന്നില്ല, പോയി കുഴപ്പമില്ല, നന്നായി ഉറങ്ങാൻ പറ്റി. സൂറത്തിൽ വരുമ്പോൾ ഫ്ലഡിന്റെ ഒരു പ്രശ്നം പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ നല്ല ക്ലൈമറ്റ്, വെയിലും ഇല്ല മഴയില്ല, നോർമൽ ഒരു വെയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ പൊടി ഭയങ്കര പൊടിയാ. നമ്മൾ മസ്റ്റായിട്ട് മാസ്ക് എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ മാസ്ക് വാങ്ങണമെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് പൊടിയുണ്ട്. സോ നമുക്ക് ഫുഡ് കഴിക്കാം, എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം. സോ നമുക്ക് നോക്കാം. ഡ്രസ്സൊക്കെ നമ്മൾ നോക്കട്ടെ എങ്ങനെയാണ് ഡ്രസ്സിന്റെ. നമുക്ക് നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ഒരു ഈ സ്ഥലങ്ങൾ നമ്മൾ കണ്ടുവെച്ചത്. ഇന്ന് നമുക്ക് മാക്സിമം ഒരു 2 സ്ഥലത്തിൽ പോകാൻ പറ്റും. നോക്കി എടുക്കണം. നമ്മൾ പർച്ചേസ് ചെയ്യുന്നില്ലെന്ന് നമ്മൾ അറ്റ്ലീസ്റ്റ് നോക്കുന്നു. നമ്മൾ ലാസ്റ്റ് ദിവസങ്ങളിൽ മാത്രമായിട്ടാണ് പർച്ചേസ്. പക്ഷെ ഇവിടുത്തെ റോഡിലുണ്ട്. അതെ, ഇവിടെ വണ്ടി ഇവിടെ വണ്ടി ഓടിക്കാൻ നല്ല കഴിവ് വേണം. കാരണം ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തരാം. ഇവിടെ വണ്ടി ഓടിക്കാന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല. വൺ വേ കൂടെ കണ്ടോ ഇപ്പുറത്തേക്ക് ആൾക്കാർ വരും. ഭയങ്കര ഇതാണ്. സോ നമ്മുടെ ഓട്ടോ ചേട്ടൻ നമ്മളെ സൗത്ത് ഇന്ത്യൻ ഇഡലി കിട്ടുന്ന, നമ്മളെ മലയാളികളാന്ന് മനസ്സിലായതുകൊണ്ട് തോന്നുന്നു, ഇഡലി കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുവന്നേക്കുന്നത്. സോ നമുക്ക് ഇഡലി കഴിക്കാം. 2 പീസ് ഇഡലിക്ക് 60 രൂപയാണ്. വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ശരി, നാട്ടിൽ അങ്ങനെ തന്നെയാണോ? എനിക്കല്ല, നാട്ടിൽ നിന്ന് കുറെ കാലം മുമ്പ് കഴിച്ചിട്ടുണ്ടല്ലോ. വീട്ടിലൊക്കെ വന്ന് നമ്മൾ വീട്ടിൽ നിന്നല്ല കഴിക്കും. പുറത്തുനിന്ന് ഇഡലി കഴിക്കുക വക പരിപാടിയൊന്നുമില്ല. സോ നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യാണ്. അതാണ് നമ്മുടെ ചേട്ടൻ. ഇതോ ഞാൻ നമ്മുടെ ഓട്ടോ ചേട്ടനാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമുക്ക് നോക്കാം ഇവിടുത്തെ ഇഡലി എങ്ങനെ. ഈ ലൊക്കേഷൻ का नाम क्या है? ഓക്കെ, ലാന്തർവാജയാണ്. നമ്മൾ ഓർഡർ എടുക്കാൻ ആൾ വന്നു. നമ്മൾ ഫുഡ് ഓർഡർ. അപ്പൊ ലൊക്കേഷൻ വരുന്നത് ലാൽ ദർവാജ. ലാൽ LAL ദർവാജ DARWAJ. ഞാൻ ഒന്നും കൂടി പറയാണ്, ലാൽ ദർവാജയിലുള്ള ഒരു സെൻട്രൽ ബാങ്കിന്റെ ഓപ്പോസിറ്റുള്ള ഒരു ഇഡലിക്കട. എന്ന് വെച്ചാൽ വളരെ നോർമൽ, നമ്മുടെ നാട്ടിലെ തട്ടുകട പോലെയുള്ള ചെറിയൊരു സ്ഥലത്ത് നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. മറ്റേ ഹോട്ടൽ റെസ്റ്റോറന്റ് അകത്തൊക്കെ അങ്ങനെയൊന്നുമല്ല, ചെറിയൊരു സെറ്റപ്പാണ്. കണ്ടോ, കുറെ ആൾക്കാരുണ്ട്. സോ നമുക്ക് നോക്കാം ഫുഡ് എങ്ങനെയുണ്ടെന്നല്ലേ. യെസ്, ഉദ്ദേശം ഉഴുന്നുവടയാ. അത് ചോദിക്ക്. ഉഴുന്നുവട ഉദ്ദേശം ബൈ ഏനി റൗണ്ട്. ഇതാണ് ഇഡലി. ഇതിന്റെ ഇത് ചായ है? नहीं, 2 चाय आपको. ഇതാണ് ഇഡലി. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഗൗരി എങ്ങനെയുണ്ട്? ഞാൻ ഇഡ്ഡലി പറയാതിരുന്നേ. എനിക്കറിയായിരുന്നു സാമ്പാറിന് മധുരാണെന്നുള്ളത്. ഭയങ്കര മധുരം. അതായത് ഇതിൽ ഇങ്ങനെ പായസം പോലെ തരുന്നോട് കഴിക്കാൻ നല്ല മധുരം. പക്ഷെ ചട്നി കൊള്ളാടോ. ചട്നി നല്ലതാ, പക്ഷെ സാമ്പാർ ഭയങ്കര അതിബുദ്ധിപരമായിട്ട് കുറച്ച് ഉറക്കെ പറയേക്കുന്നില്ല. ഞാനിപ്പോ ബുദ്ധി കൂടിയിട്ട് സമൂസയും വടയും പറഞ്ഞു. ഇപ്പൊ നോക്കുമ്പോ സമൂസയുടെ ഉള്ളില് സ്വീറ്റ് പൊട്ടേറ്റോ. ഇവിടെ സമൂസയുടെ ഉള്ളിൽ സ്വീറ്റ് പൊട്ടാറ്റോ ആണ് ഇടുക. ഭയങ്കര മധുരം ആണോ? കഴിച്ചു നോക്കൂ. വേണ്ട മധുരം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്.
കുഴപ്പമില്ല, പക്ഷെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് ഞാൻ ആശ്വസിക്കും. അതായത് ഇനി ഒരിക്കലും സമൂസ ഓർഡർ ചെയ്യില്ല. ചിലപ്പോ നല്ലതായിരിക്കും ഇനി അടുത്ത് വരാൻ പോകുന്നത്, പറയാൻ പറ്റില്ല. അതെ അതെ. അപ്പൊ ചായ ഇല്ല എന്നുള്ളത് വേറൊരു ഹൈലൈറ്റ്. ഇവിടെ ചായ കിട്ടില്ല, ഇനി ചായ കുടിക്കാൻ വേറെ കടയിൽ പോകണം. എനിക്കാണെങ്കിൽ ഇഡലി തിന്നാനും പറ്റുന്നില്ല മധുരം കാരണം. ഞങ്ങൾ അങ്ങനെ ഒരു ചായ കുടിക്കാൻ എത്തിയേക്കുവാണ്. നമ്മൾ അവിടുന്ന് ഇഡലി കഴിച്ചു. ഇഡലി മധുരം, പക്ഷെ ഇഡലി നല്ല സോഫ്റ്റ് ഇഡലി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എന്താണ് ആ മധുരം കൂടിയ സാമ്പാർ മാത്രം പ്രശ്നം. അങ്ങനെ ഇപ്പൊ ഒരു ചായ കുടിക്കാതെ നമുക്കൊരു ഉഷാറ് കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വന്നേക്കുവാണ്. ഞങ്ങള് ഇന്ന് റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും. ഞങ്ങളുടെ പ്ലാൻ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് ഷോപ്സ് കണ്ടിട്ട് അങ്ങോട്ട് പോകാന്നുള്ളതാണ്. ഞങ്ങളൊന്ന് റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോണ്ട് നമ്മുടെ ഇന്നലത്തെ വണ്ടിക്കാരൻ അവിടെ നമ്മുടെ വെയിറ്റ് ചെയ്യുക. നമ്മളെന്തോ ഊബർ വിളിച്ച് വെയിറ്റ് ചെയ്യുന്ന പോലെ ഓടിക്കേറിയ വണ്ടിയില്. ഞാൻ പിന്നെ എന്താ ചെയ്യാ, മൂപ്പര് വന്നിട്ട് പറഞ്ഞു പിന്നെന്താണ് ചെയ്യുന്നത്. മൂപ്പര് വന്നിട്ട് പറഞ്ഞു പിന്നെന്താണ് എനിക്ക് ഇതാവുന്ന അങ്ങനെ മൂപ്പര് വന്ന് നിന്ന് ഞാൻ ഓടി ചാടി കേറിയ ഓട്ടോയിൽ. ഞാൻ പിന്നെ എന്താ ചെയ്യാ, ഞാൻ കൂടെ മൂപ്പരെന്തോ നമ്മള് വിളിച്ച് വരുത്തി നമ്മളുടെ സ്വന്തം ആൾക്കാരെ. മൂപ്പരോട് ആത്മാർത്ഥ സംഭവം എന്താ പറയുക, മൂപ്പരാണ് ഇനി നമ്മളെ മാനുഫാക്ചേഴ്സിന്റെ അടുത്ത് കൊണ്ടുവന്നത്. സോ മൂപ്പരുടെ ബിസിനസ് തന്നെയാണത്. സോ നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ പറഞ്ഞ നമ്മള് ബിസിനസ് അതാണ്. എടോ മൂപ്പര് ഇത് കൊണ്ടുപോകും. അപ്പൊ മൂപ്പർക്ക് കമ്മീഷൻ കൊടുക്കും ഏതിന്റെ പോലെ. അപ്പൊ എന്തായാലും നമ്മൾ ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളിതൊക്കെ എത്ര കണ്ടതാ. അതുകൊണ്ട് ഞങ്ങൾ കൂടെ പോയി അയാള്. ഇന്നൊന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. എന്തൊക്കെയാണ് പഠിക്കാലോ. നമ്മൾ നോക്കിയതും ഷോപ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അതില് കുറെ ഒന്നും കൊള്ളൂല. പിന്നെ അജ്മീറ ഫാഷനെ പറ്റി എനിക്ക് പറയണം, അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഞാൻ പറയാം, അജ്മീറ ഫാഷൻ ഭയങ്കര ഫ്രോഡുകളാണ്. കാരണം അവിടുന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം എല്ലാം കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഫുൾ എമൗണ്ട് കൊടുത്ത് ഫുൾ കാർഗോ അയച്ചപ്പോ വേറെ സാധനങ്ങൾ. അവരോട് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ട് അവിടെ ഒരു മലയാളി കുട്ടി ഉണ്ടായിരുന്നു. ആ മലയാളി കുട്ടിയാണ് നമ്മൾ കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അവളാണെങ്കിൽ ഒരു റിപ്ലൈ ഇല്ല. അതിനുശേഷം നമ്മൾ അവർക്ക് ഒരുപാട് മെസ്സേജ് അയച്ചു, വിളിച്ചു. അവർ ഒരു തരത്തിലുള്ള കോണ്ടാക്ട് ഇല്ല. അത് ഡെഡ് സ്റ്റോക്ക് ആയിട്ട് ഇപ്പോഴും അവിടെ ദുബായിൽ കിടക്കുന്നുണ്ട്. സോ അജ്മീറ ഫാഷൻ പോകേണ്ടത് നമ്മൾ ഓൾറെഡി തീരുമാനിച്ചിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ അജ്മീറ ഫാഷൻ തേർഡ് പാർട്ടിയാണ്, അവരങ്ങനെ വെഞ്ചർ ഒന്നുമല്ല. സോ കുറെ പേര് ബിസിനസ് തുടങ്ങുമ്പോൾ അജ്മീറ ഫാഷനിൽ നല്ലതാണ് സജസ്റ്റ് ചെയ്യാറുണ്ട്. കുറെ പേര് പോയിട്ടുണ്ട്. പക്ഷെ എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അജ്മീറ ഭയങ്കര ബാഡാണ്. കാരണം നമ്മളുടെ എക്സ്പീരിയൻസിൽ നമുക്ക് അവർ തന്നത് സെയിം സാധനമല്ല. സോ നമുക്ക് എന്തായാലും ഈ വെൻഡേഴ്സിനൊക്കെ പോയി കണ്ട് എങ്ങനെയാണ് എന്താണ് അവസ്ഥ എന്നൊക്കെ ഒന്ന് നോക്കട്ടെ. പിന്നെ അതിന് ശേഷം നമ്മൾ കണ്ടുപിടിച്ച സ്ഥലങ്ങളിലേക്ക് പോകാം. ഇന്ന് നമുക്ക് അത്യാവശ്യം 6 ഡേയ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് മൂപ്പർക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇനിയുള്ള ദിവസങ്ങൾ അപ്പോൾ മൂപ്പര് ഇവിടുത്തെ ലോക്കൽ ആയതുകൊണ്ട്, അതായത് സൂററ്റിലെ ലോക്കൽ തന്നെ ആയതുകൊണ്ട് തന്നെ മൂപ്പർക്ക് കുറച്ചും കൂടി ഐഡിയ ഉണ്ടാവും. അപ്പൊ എനിക്ക് ഓൾറെഡി സൂററ്റിൽ വന്നുകൊണ്ട് ഒരു ഐഡിയ ഉണ്ട് എന്തൊക്കെയാണ് എമൗണ്ട് എങ്ങനെയാവും. അപ്പൊ മൂപ്പര് നമ്മളെ പറ്റിക്കാണോ അല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. സോ പോയി നോക്കിയിട്ട് ഞാൻ പറയാം മൂപ്പര് പറ്റിക്കാണോ അല്ലേ എന്നുള്ളത്. പറ്റിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തോടെ മൂപ്പരോട് ഗുഡ് ബൈ പറയും. ഇനിയിപ്പോ മൂപ്പര് ജനുവിനാണെങ്കിൽ നമ്മൾ മൂപ്പർക്ക് കൈ കൊടുക്കും. ചൂടുണ്ട് ഇപ്പൊ. വലിയ ചൂടൊന്നുമില്ല. ദുബായിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു ചൂടേ ഇല്ല. പിന്നെ ഗൗരി ഫുൾ ടൈം AC-യിലായതുകൊണ്ട് അതിൻ്റെതായ അങ്ങനെ നമ്മുടെ ചായ വന്നിരിക്കണേ. ചായ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി നല്ല ചായ എല്ലാം അടിപൊളിയാട്ടോ. അതല്ല എല്ലാരും അത് ഇത്ര കുറച്ചായത് കൊണ്ടും കൂടിയാ അല്ലേ ഭയങ്കര ടേസ്റ്റ് ഉള്ളത് ചായ. ചായ കുടിച്ചിട്ട് എന്തായാലും ഞങ്ങളുടെ പരിപാടി വേണം. സോ ഞങ്ങളങ്ങനെ ഫൈനലി ഷോപ്പിന് എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ കുറച്ച് ഓണം കളക്ഷൻസ് എടുക്കാൻ വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ഷോപ്പിന്റെ ഓപ്പണിംഗ് അല്ല 17-ാം തീയതി. അപ്പൊ അതിന്റെ ഭാഗത്ത് കുറച്ച് ഓണം കളക്ഷൻ എടുക്കാൻ നോക്കുന്നുണ്ട്. കാരണം ഗൗരി ഇവിടെ റീൽ എടുക്കുന്നുണ്ട്, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് കേട്ടോ. നോക്കട്ടെ ഇന്നത്തെ അവസ്ഥ എന്നത് ഒരു മാനുഫാക്ചേഴ്സ് ആണ്. സോ ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. സോ ലെറ്റ്സ് സീ. ഞങ്ങളിപ്പോ 2 വെൻഡേഴ്സിന്റെ അടുത്ത് പോയി. പക്ഷെ നമ്മുടെ ടേസ്റ്റിനുള്ള ഒരു സാധനം നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടില്ല. ഇയാള് നമ്മളിങ്ങനെ കൊണ്ടുവരും. അടുത്തൊരു വെൻഡറിനെ കൂടി ഇയാൾ കാണിക്കാന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ ഇല്ല, നമ്മള് കണ്ടുവെച്ച കുറച്ച് സ്ഥലങ്ങളുണ്ട്, അങ്ങോട്ട് മാത്രം നമ്മൾ പോകാൻ തീരുമാനിച്ചു. കാരണം ഇവിടുത്തെ വെൻഡേഴ്സിന്റെ അടുത്ത് പോയപ്പോ നമ്മുടെ കൈൻഡ് ഓഫ് സാധനങ്ങളല്ല, ഓണ കളക്ഷൻ ആയാലും
കുറച്ചൊരു നോർത്ത് ടൈപ്പ്, അത് നമുക്ക് പറ്റില്ല. പിന്നെ കുറെ സ്ഥലത്ത് കസ്റ്റമൈസ് ചെയ്യല. അപ്പൊ നമുക്കൊരു കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു സമയമോ അല്ലെങ്കിൽ അത്രയും നമ്മളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതാ നോക്കുന്നത്. ഒരുപാട് പ്രീമിയം കളക്ഷൻ അവിടെ കൊണ്ടുപോയാൽ നമുക്ക് എത്രത്തോളം ഇതാവും അറിയില്ല. സോ പ്രീമിയം കളക്ഷൻ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടി മിക്സ് ചെയ്തെടുക്കാനാണ്. ഇപ്പൊ കണ്ടത് മൊത്തം കുറച്ചൊരു പ്രീമിയം ടൈപ്പായി പോയി. എങ്ങനെ ഗർഭിണികൾ ഇതുവഴി പോകുന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് മോശം റോഡ്, ഭയങ്കര പൊടി, ഇവിടെ ഡ്രൈവ് ചെയ്യാൻ പ്രത്യേക കഴിവ് തന്നെ വേണം. അത് ഒരു ഗൾദാരിന്നും കിട്ടില്ല. അതെ 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 സത്യം. ഞങ്ങൾ ഓൾമോസ്റ്റ് ഭയങ്കര കുറച്ചൊരു ടയേർഡായി തുടങ്ങിയല്ലേ ഈ ക്ലൈമറ്റിന്റെ. ക്ലൈമറ്റ് നല്ല മസ്റ്റായിട്ട് മാസ്ക് കൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഞങ്ങൾ ഇനി അടുത്ത സ്ഥലം കൂടി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് പോകും. ഇത് ഫാക്ടറിയാ തോന്നണോ? ഇറങ്ങിക്കോ, നമുക്ക് ഇതും കൂടി ഒന്ന് നോക്കാം. ഫാക്ടറി ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഒരു ഫാക്ടറി കാണുന്ന. സോ ഗൗരി, നമ്മളിപ്പോ നെയ്ത്തൊക്കെ കണ്ടല്ലേ, പക്ഷെ ഞാൻ കുറെ വീഡിയോ ഒന്നും എടുക്കില്ല, മോശമല്ല എല്ലാവരും നമ്മളോട് നിർത്തുന്നത്. സോ നമ്മള് സാരീസ് നോക്കട്ടെ എന്താ ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. മാനുഫാക്ചേഴ്സിനെയാണ് നമ്മളെല്ലാം കണ്ടു. ഐ ആം ഡൺ. അങ്ങനെ അവരുടെ സാരിയെ പറ്റി ഒരുപാട് ക്ലാസ് എടുത്തവർ ഇത് ഏത് മെറ്റീരിയൽ ആണ്, എത്രയാണ് കോസ്റ്റ്, എന്താണ് ഇവരുടെ ക്വാളിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അങ്ങനെ ആ ക്ലാസ് ഒക്കെ കേട്ട് നമ്മൾ കുറേ അറിവുകളൊക്കെ നേടിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയി. അങ്ങനെ ഞങ്ങളൊരു ഷോപ്പിലേക്ക് ചായ കുടിക്കാണ്. ഓക്കെ. സോ നമ്മളിപ്പോ ഇത് എത്രാമത്തെ കടയാ ഗൗരി? നാലാമത്തെ കടയാണ് ഇപ്പോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഞങ്ങൾ ചായ വേണോന്ന് വെച്ചപ്പോ ചാടിക്കറി വേണമെന്ന് പറഞ്ഞു. കാരണം വി ആർ വെരി ടയർഡ്. സോ നമ്മള് പോയ കടകളുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. ഏതാ നല്ലത്, ഏതാ മോശം, നിങ്ങൾ പോകണ്ടാത്തതൊക്കെ. സോ ഞങ്ങള് സൂററ്റിലൂടെ ഇപ്പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക പോലെ. ശരി, നമ്മള് എങ്ങനെ ഒരുങ്ങി കെട്ടി ഇറങ്ങിയതാ. എയർപോർട്ട് ലുക്കും ഇന്നത്തെ ലുക്കും. ഞങ്ങൾ കൊറേ ഷോപ്പില് പോയി. ഒരു ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേറെ സ്ഥലങ്ങളിൽ പോകണം. ഇവിടെ ഭയങ്കര കമ്മീഷൻ. എല്ലാരും പുറകെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളും ഇങ്ങനെ നടക്കുന്ന ഫുഡ് കഴിക്കാം. ഫുഡിന്റെ സ്ഥലം നോക്കട്ടെ. ഇതാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ള ഒരു കുഞ്ഞിക്കട. കണ്ടോ, കുഞ്ഞിക്കസേര, കുഞ്ഞിക്കട. ഇവിടെ എവിടെയും വേറെ ഒന്നും കിട്ടാനില്ല. ഗൗരി ബിസിനസ് കാര്യങ്ങൾ ഇതാക്കുവാണ്. തൊട്ടടുത്ത് ഫാൻ ഉണ്ട്. നമ്മൾ ഒരു ചോള ഭട്ടൂരേ വാങ്ങിയത്, കാരണം നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. സക്സസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും വാങ്ങാം, അല്ലെങ്കിൽ വേറെ വാങ്ങാന്ന് വിചാരിച്ചു. നമ്മള് ലൊക്കേഷൻ അല്ല, ഞങ്ങളൊരു വലിയ കുഞ്ഞത് കൂടെ ഞങ്ങൾ ഇങ്ങനെ പോകും ഓരോരുത്തരുടെ പിന്നാലെ. ആരെ വിളിച്ചാലും ഞങ്ങൾ പോകുന്നുണ്ട് നോക്കി വെക്കാൻ വേണ്ടി. നോക്കാം. सैंपल चूज कल आप बोलेंगे उतना बताया तुमको. നമ്മളിപ്പോ ഇത് സെലക്ട് ചെയ്തു, പല കളേഴ്സ് സെലക്ട് ചെയ്തു. ഇതിന്റെ എല്ലാം പല കളേഴ്സ് അവൈലബിൾ ആവും. ചായ ചോദിച്ചപ്പോ അവര് ഞങ്ങൾക്ക് തന്ന വലിയ ചായയാണ്. ഞങ്ങൾ പറഞ്ഞ എല്ലായിടത്തും ചെറുതാന്ന് കേട്ടപ്പോ ഇതാണ് അവരുടെ ചെറിയ ചായ. ഞങ്ങള് ഇത് വലുത് വേണമെന്ന് പറഞ്ഞപ്പോ അവര് തന്നതാ. ഇതത്ര വലുത്. അവസ്ഥയാലേ ഇവിടുത്തെ ചായ. ഇത് തന്നെ ഞങ്ങൾ അധികം കുടിക്കുന്നു എന്നുള്ള പരാതി ഇവരുടെ മുഖത്ത് ഉണ്ട്. ഞങ്ങളുടെ ഓട്ടോയില് ആണ് ഞങ്ങളുടെ ജീവിതം തോന്നുന്നത്. ഇപ്പൊ ഓൾമോസ്റ്റ് ഞങ്ങൾ ഒരു ഷോപ്പിൽ പോയിട്ട് ഓൾമോസ്റ്റ് ഒരു 50 സംതിങ് സാരി ഫിക്സ് ചെയ്തു. പക്ഷെ അവര് പറഞ്ഞാൽ നമുക്ക് അയക്കാം. പക്ഷെ നമ്മള് പറഞ്ഞ പറ്റില്ല, നമുക്ക് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്തപ്പോ അതിൽ പലതും നമ്മൾ പറഞ്ഞ കളേഴ്സ് ഒന്നും അല്ല. അപ്പൊ നമ്മൾ അതില്ലാതെ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോ അഡ്വാൻസ് തന്നിട്ട് പിന്നെന്താണ് അത് ചെയ്ത് നമ്മൾ അയക്കാന്ന്. പക്ഷെ നമുക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ വന്നു. കാരണം അത്രയും നേരം സ്നേഹമുള്ള ഒരു തനി സ്വരൂപം വേണ്ടെന്ന് പറഞ്ഞപ്പോ കണ്ടു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. സമയം ഇപ്പോ 7 മണി കഴിഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞോട്ട് നമ്മൾ പോവാം മുമ്പര് പറയുന്ന വെഞ്ചറിന്റെ അടുത്തേക്ക്. അപ്പൊ അവര് ഓട്ടോ ചേർന്നിട്ട് ആ വെഞ്ചറിന്റെ അടുത്ത് പോവാണ്. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് 10ഓളം ഷോപ്പിൽ പോയി ഒരു ദിവസം കൊണ്ട് തന്നെ. നമ്മളൊരു പട്ടൂരയിലും 2 ഇഡലിയിലുമാണ് നിൽക്കുന്നത്. നോക്കട്ടെ, അതും കൂടി കഴിഞ്ഞിട്ട് വല്ലതും ഞമ്മ വേണം. പിന്നെ രാവിലെ തുടങ്ങിയ യാത്ര ഞങ്ങൾ ഇപ്പൊ എത്രയും സമയം ഗൗരി? സമയം ഇപ്പോ 8:30.
8:30 ഞങ്ങൾ അവസാനിപ്പിച്ചു. കാരണം ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിലും പോയി, കുറെ ഷോപ്പിൽ വഴക്കൂടി, കുറെ ഷോപ്പിൽ സാധനങ്ങൾ കണ്ടുവച്ചു. എല്ലാ ഷോപ്പിൽ നിന്ന് എല്ലാം എടുക്കണ്ടെന്ന് ചോദിച്ചു. കുറച്ച് സാധനങ്ങൾ ഓരോ ഷോപ്പിൽ നിന്ന് എടുക്കാന്ന് ചോദിച്ചു. ഞങ്ങൾ ഇന്നലെ വന്ന കടയിൽ തന്നെ റൂമിന്റെ തൊട്ടടുത്തുള്ള കടയിൽ വന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. കാരണം വയ്യ ഒരുപാട് വേറെ എവിടെയും പോയി അന്വേഷിച്ചു പോവാൻ. അപ്പൊ രാവിലെ ആണെങ്കിലും ഇഡലി, ഉച്ചയ്ക്കാണെങ്കിലും ഒരു ഭട്ടൂര. ഇപ്പൊ ഞങ്ങളൊരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. ഒന്നേ ഓർഡർ ചെയ്തത്, ഭയങ്കര ക്വാണ്ടിറ്റി ആയതുകൊണ്ട്. സോ നമ്മളൊരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങള്, ഇനി വിശേഷങ്ങളൊന്നുമില്ല. ഇനി നേരെ റൂമിൽ പോവുക, ഉറങ്ങുക. ഇന്ന് സെലക്ട് ചെയ്ത സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കണം. അതിന്റെ എമൗണ്ട്, കാര്യങ്ങൾ, എത്ര പീസ് വേണം, അതൊക്കെ ഒന്ന് ഫൈനലൈസ് ചെയ്യണം. സോ ഇതാണ് ഞങ്ങളുടെ ഫ്രൈഡ് റൈസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒന്ന് വാങ്ങിയിട്ട് സോ കഴിക്കട്ടെ, വിശക്കുന്നത്. സോ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ചിക്കൻ ലോലിപോപ്പ് ഓർഡർ ചെയ്തു ഒരു ആവേശത്തിന്. പക്ഷേ 6 പീസില്ല, 2 പീസ് പോലും കഴിക്കാൻ പറ്റിയില്ല. ബാക്കി ഞങ്ങൾ പാഴ്സലായിരുന്നു, ഓരോ പീസ് വെച്ച് കഴിച്ചു. ഇനി വലിയ പീസായിരുന്നു. ഞങ്ങളിനി പോയി ഫ്രഷായി കുറേ സാരീസ് ഇനിയും സെലക്ട് ചെയ്യാനുണ്ട്. എല്ലാം സോർട്ട് ചെയ്യണം, നാളത്തെ പ്ലാനിങ് ചെയ്യണം, എല്ലാം ചെയ്യണം. ഇപ്പോൾ ഓൾമോസ്റ്റ് 9 മണിയായി. സോ ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ സൂറത്തിലെ ഫസ്റ്റ് ഡേ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്, കമൻറ്റ് ചെയ്യാവുന്നതാണ്, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. സോ ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം. അതുവരെയും ബൈ.